പുതുതായിട്ടൊരു ഓർക്കിഡ് ചെടി വാങ്ങിച്ച് അതൊന്ന് നട്ട് കഴിഞ്ഞാൽ എന്ത് ഫെർട്ടിലൈസറാണ് നമ്മൾ ഫസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് എല്ലാവരും നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം കേട്ടോ. അപ്പോൾ പ്ലാന്റുകളൊക്കെ ഇതുപോലെ ഹെൽത്തി ആയിട്ടിരിക്കാനും നല്ല റൂട്ടുകൾ ഉണ്ടാവാനും നല്ല മെച്ചോർഡ് പ്ലാന്റുകൾക്കും അതുപോലെ ഫ്ലവറിങ് പ്ലാന്റുകൾക്കും സീഡിങ്സിനും നമുക്ക് ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ് നമ്മൾ ഇന്ന് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. ഞാൻ നിജി. അസ്സലാമു അലൈക്കും. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ വീഡിയോസ് കാണുന്ന ന്യൂ വ്യൂവേഴ്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ആൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യുക. നമ്മൾ ഓർക്കിഡ് ചെടി ഓൺലൈനിലായിട്ട് ആൾ ഇന്ത്യ ഡെലിവറി ചെയ്യുന്നുണ്ട്. മിനിമം 5 സീഡിങ്സ് നമ്മൾ 650 രൂപയ്ക്ക് കൊടുക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മുടെ പ്ലാന്റുകളൊക്കെ സെറ്റാക്കി വെച്ചിട്ട് നമ്മൾ ആദ്യമായിട്ട് കൊടുക്കുന്ന ഒരു ഫെർട്ടിലൈസറാണ് നമ്മുടെ ഈ ഒരു ഫെർട്ടിലൈസർ. അപ്പോൾ നമ്മുടെ സീഡിങ്സിൻ്റെ സൈസ് ഇതാണ്. ഇതുപോലുള്ള സീഡിങ്സുകളാണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാറുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു ചെടി സെറ്റാക്കി വെച്ചതിന് ശേഷം നമ്മൾ ഇന്ന് കൊടുക്കുന്ന ഒരു ഫെർട്ടിലൈസർ നമ്മളടുത്തൊരു ചെടി കിട്ടി. അത് 2 ദിവസം കഴിഞ്ഞതിന് ശേഷം ചെടി ഒന്ന് വെച്ച് ഒന്ന് സെറ്റാക്കി ഒരു ദിവസം നല്ല വെള്ളമൊക്കെ നനച്ചു കൊടുത്ത് പിറ്റേന്ന് നമ്മൾ കൊടുക്കുന്ന ഒരു ഫെർട്ടിലൈസറാണ് ഇത് കേട്ടോ. അതുപോലെ തന്നെ ഇതേപോലുള്ള മെച്ചോർഡായിട്ടുള്ള ഫ്ലവറിങ് പ്ലാന്റ്, അതുപോലെ കുറച്ച് മീഡിയം സൈസുള്ള പ്ലാന്റ്, എല്ലാ പ്രായത്തിലുള്ള ചെടികൾക്കും നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ് ഇത് കേട്ടോ. ഈ ഒരു ചെടികളൊക്കെ നമ്മൾ ഓപ്പൺ പ്ലേസിലാണ് വെച്ചിട്ടുള്ളത്. ഡയറക്റ്റ് വെയിലും മഴയൊക്കെ കിട്ടുന്ന ഒരു ഏരിയയിലാണ്. പ്ലാന്റുകളൊക്കെ നല്ല ഹെൽത്തിയാണ്. ആവശ്യത്തിന് വെയിൽ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് ഓപ്പൺ പ്ലേസിലും വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ നിറയെ പൂക്കളുണ്ടാവും. ചെടികളൊക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഒരു കുഞ്ഞു ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നമ്മൾ ഇതേപോലെ ചെടി വെച്ച പാടന്നെ വെയിലത്ത് വെക്കരുത്. അത് കാലാവസ്ഥയൊക്കെ അനുസരിച്ചിട്ട് ഇനി നമ്മുടെ മഴക്കാലമാണ് വരാൻ പോണത്. അപ്പോൾ അത് ഒന്നിങ്ങോട്ട് വെച്ച് സെറ്റാക്കി വേരൊക്കെ പിടിപ്പിച്ചിട്ട് മെല്ലെ നമ്മൾ ഓപ്പൺ പ്ലേസിലേക്ക് വെച്ച് വളർത്തിയാൽ മതി. ഡെൻഡ്രോബിയം ഓർക്കിഡ് അത്ര കെയറിങ്ങോ ഇതൊന്നുമില്ല. നമ്മുടെ മറ്റേ ഓർക്കിഡിനെ അപേക്ഷിച്ചിട്ട് നമുക്കൊരു സാധാരണ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വളർത്തിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലാന്റാണ്. പൂക്കൾ ചെടികളൊക്കെ ഇഷ്ടമുള്ള ആർക്കൂട്ടോ. പിന്നെ നമ്മൾ കൊടുക്കുന്ന ഫെർട്ടിലൈസർ നമ്മുടെ 919 ആണ്. ഇത് നമുക്ക് കാൽസ്യം നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യം ഒരേ റേഷ്യയിൽ അടങ്ങിയിട്ടുള്ളത് തന്നെ. ഇത് നമുക്ക് ഒരു ജർമ്മൻ ബ്രാൻഡ് കമ്പനിയാണ്. ഒരു സാധാ 919 അല്ല. നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷ്യം ഒരേ റേഷ്യയിലുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ പ്രായത്തിലുള്ള ഓർക്കിഡ് ചെടികൾക്കും നമ്മൾ 1 വീക്കിലെങ്കിലും ഇത് കൊടുക്കണം. ഇത് നമുക്ക് ഇതേപോലുള്ള 5 ലിറ്ററിൻ്റെ സ്പ്രയർ ആയതുകൊണ്ട് തന്നെ നമ്മൾ 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. നിങ്ങൾ 1 ലിറ്റർ വെള്ളത്തിലാണെന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള ഒരു പിച്ച് മതി. അതാണ് 1 ഗ്രാം. 1 ലിറ്റർ വെള്ളത്തിൽ 3 ഗ്രാമാണ് നമുക്കിത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലുള്ള 3 പിച്ച് യൂസ് ചെയ്താൽ മതി കേട്ടോ. ഇത് നമുക്ക് ഹെർട്ടായിട്ടുള്ള ഒരു ബൗളിൽ അടച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി കാലം നിങ്ങൾക്ക് നിങ്ങളുടെ ഓർക്കിഡ് ചെടികൾക്ക് ഇതുപോലെ സ്പ്രെയറിലൊക്കെ വെച്ച് യൂസ് ചെയ്യാനുണ്ടാവും കേട്ടോ. ഇത് നമ്മുടെ ചെടികളിൽ നമുക്ക് എല്ലാ പ്രായത്തിലുള്ള ചെടികൾക്കും നമുക്കിത് അടിച്ചു കൊടുക്കാം. ചെടി മൊത്തത്തിൽ നനയുന്ന രീതിക്ക് തന്നെ നമ്മൾ ഈ ഒരു ഫെർട്ടിലൈസർ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഓർക്കിഡ് ചെടി ആവശ്യത്തിന് ഫെർട്ടിലൈസർ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന ഫെർട്ടിലൈസർ മാത്രമേ ഉള്ളൂ. 1 വീക്കിൽ 2 ടൈംസിൽ എന്തെങ്കിലും ഫെർട്ടിലൈസർ നിർബന്ധമായിട്ട് തന്നെ കൊടുക്കുക. അതേപോലെ തന്നെ ഞാൻ ഈ ഒരു ഫെർട്ടിലൈസർ ഇന്ന് ഞായറാഴ്ചയാണ് ഇപ്പോൾ അത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ബുധനാഴ്ച ഇത് വേറെ മൂലകങ്ങൾ അടങ്ങിയിട്ടുള്ള ഫെർട്ടിലൈസർ കൊടുക്കും. കാൽസ്യം ബോറോൺ കൊടുക്കും. പിന്നെ 3-ാമത്തെ ഞായറാഴ്ച പിന്നെ അതേപോലെ ഫെർട്ടിലൈസറിൻ്റെ ഒരു കോമ്പി ഉണ്ട്, അത് കൊടുക്കും. പിന്നെ നെക്സ്റ്റ് ബുധനാഴ്ച അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് 1 വീക്കിൽ 2 ടൈംസിൽ ഓരോ ഫെർട്ടിലൈസറും മാറി തന്നെ കൊടുക്കും. ഈ ഒരു ഫെർട്ടിലൈസറൊക്കെ നമ്മുടെ ഓൺലൈൻ സ്റ്റോറിലുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. പ്ലാന്റ് ആണെങ്കിലും ഒരു ഓർക്കിഡിൻ്റെ കെയറിങ്ങോ മെയിൻ്റെനൻസോ അതുപോലെ തന്നെ അതിനാവശ്യമുള്ള ഫെർട്ടിലൈസറോ പിന്നെ പോട്ടിംഗ് മീഡിയോ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾ പിന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തുമ്പോൾ നമ്മളോട് ചോദിച്ചാൽ മതി. ഞാനത് ഡൗട്ടാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് കാറ്റലോഗ് വേണമെന്നുണ്ടെങ്കിലും അത് പറഞ്ഞാൽ മതി. പിന്നെ നമ്മൾ ഡെൻഡ്രോബിയം സീഡിങ്സിന് മാത്രമല്ല, ഇതുപോലെ നമ്മുടെ ഫലനോപ്സിസിൻ്റെ സീഡിങ്സിനും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു 919 എല്ലാ പ്രായത്തിലുള്ള ചെടികൾക്കും നമുക്ക് ഒരുപോലെ നമ്മുടെ ചെടികളുടെ വളർച്ചയ്ക്കും ഗ്രോത്തിനും റൂട്ടിനും ഒക്കെ ഡെവലപ്പ് ചെയ്യാനുള്ളൊരു ഫെർട്ടിലൈസറാണ്. അപ്പോൾ അത് നമ്മൾ 1 വീക്കിലെങ്കിലും മസ്റ്റായിട്ട് നമ്മൾ ചെടികളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക.
ചെടി മൊത്തത്തിൽ നനയുന്ന രീതിക്ക് തന്നെ നമ്മൾ ഈ ഒരു ഫെർട്ടിലൈസർ അപ്ലൈ ചെയ്തെടുക്കുന്നുണ്ട്. വേരിലും റൂട്ടിലും സ്റ്റെമ്മിലും ഒക്കെ കേട്ടോ. പ്ലാന്റുകളൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും ആവശ്യത്തിന് ചെടിക്ക് വെള്ളം വെളിച്ചവും ഫെർട്ടിലൈസറൊക്കെ കിട്ടുന്ന പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ ഗ്രീൻ ആപ്പിളിൻ്റെ കളറായിരിക്കും അതിൻ്റെ ലീഫ്. ഇതേപോലുള്ള മദർ പ്ലാന്റുകൾ നമ്മളത് ഒത്തിരി ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇല കഴിഞ്ഞിട്ടുള്ള സ്റ്റെമ്മൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ ഫെർട്ടിലൈസറൊക്കെ അടിച്ചെടുക്കുമ്പോൾ ആ സ്റ്റെമ്മിലൊക്കെ മൊത്തത്തിൽ നനയുന്ന രീതിക്ക് തന്നെ അടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിലും നമുക്ക് ആ ഒരു സ്റ്റെമ്മിൽ നിന്ന് ഇതുപോലെ ഫ്ലവറിങ്ങിൻ്റെ ഷൂട്ട് ഇതുണ്ടാവും, കിട്ടും, ബഡ് ഉണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബേബി കിക്കീസുകൾ ഉണ്ടാവും. അപ്പോൾ നമുക്ക് പുതിയൊരു ചെടികളാണ് നമ്മൾ ഈ ഒരു ബേബി കിക്കീസ് എന്ന് പറയുന്നത്. ആ കിക്കീസ് നമുക്ക് അതിൽ നിന്ന് സ്റ്റെമ്മിൽ നിന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഓർക്കിഡ് ചെടിയുടെ പുതിയ പ്ലാന്റുകളാക്കിയെടുക്കും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഇല കൊഴിഞ്ഞിട്ടുള്ള സ്റ്റെമ്മുള്ള ഇതിലൊക്കെ നമ്മൾ ഫെർട്ടിലൈസർ അടിച്ചെടുക്കുമ്പോൾ ചെടി മൊത്തത്തിൽ നനയുന്ന രീതിക്ക് തന്നെ അടിച്ചെടുക്കുക കേട്ടോ. പിന്നെ ഇത് കുറച്ച് ഡാമേജ് പ്ലാന്റുകളൊക്കെ നമ്മൾ റീപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിലൊക്കെ നമ്മൾ ഈ ഒരു ഫെർട്ടിലൈസർ അടിച്ചു വിട്ടതിനും പ്ലാന്റുകളൊക്കെ ആ സ്റ്റെമ്മിൽ നിന്ന് തന്നെ നമുക്ക് പുതിയ പുതിയ ഷൂട്ടുകൾ വന്നിട്ടുണ്ട്, നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടുകൾ വന്നിട്ടുണ്ട്, ഫ്ലവറും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഒരു ഗ്രോത്തും കാണാതെ നിൽക്കുന്ന ചെടികളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ രണ്ടാമത് റീപ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് ഇതുപോലുള്ള ഫെർട്ടിലൈസറുകൾ അടിച്ചു കൊടുക്കുക. ഇനിയും മഴക്കാലം വരാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ മെല്ലെ മെല്ലെ നമ്മൾ ഓർഗാനിക് ആയിട്ടുള്ള ഫെർട്ടിലൈസറൊക്കെ സ്റ്റോപ്പ് ചെയ്ത് നമുക്ക് ഇതുപോലുള്ള കെമിക്കൽ ഫെർട്ടിലൈസർ നമ്മൾ കൊടുക്കുക. കെമിക്കൽ ഫെർട്ടിലൈസറിന് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെടികൾക്ക് എന്തൊക്കെ മൂലകളാണ് നമ്മൾ അപ്ലൈ ചെയ്തെന്നുള്ളത് നമുക്ക് കറക്റ്റ് ഒരു ധാരണ കിട്ടും. ഞാനിപ്പോൾ 19 പറഞ്ഞു, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, പിന്നെ സെക്കൻഡ് നമ്മൾ കാൽസ്യം, ബോറോൺ. അപ്പോൾ തന്നെ 5 മൂലകങ്ങളായി. പിന്നെ മൈക്രോ ന്യൂട്രിയൻസിന് ഒരുപാട് കോമ്പി അടങ്ങിയിട്ടുള്ളൊരു ഫെർട്ടിലൈസർ, അതിലും ധാരാളം ലവണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കണ്ടൻറ്റുകൾ ഒരേ ബ്രാൻഡുകൾ മാത്രം കൊടുക്കാതെ മാറി മാറി നമ്മൾ ചെടികൾക്ക് അപ്ലൈ ചെയ്യണം. അപ്പോഴേ നമ്മൾ ചെടികൾ നല്ല ഹെൽത്തി ആയിട്ടും നല്ല പ്ലാന്റുകളായി കിട്ടണം. നമ്മൾ കൊടുക്കുന്ന ആ ഒരു കെയറിങ്ങിനും മെയിൻ്റെനൻസിനും അനുസരിച്ചിട്ടാണ് നമ്മളെ ചെടി നമുക്ക് തിരിച്ച് ഫ്ലവറായി തരും ചെയ്യുക കേട്ടോ. ഓർക്കിഡ് അങ്ങനെ വെച്ചിട്ട് അങ്ങനെ വളരുന്നു വിചാരിച്ചാൽ പോരാ. നമ്മളതിന് തൊട്ടും തലോടിയും നമ്മളതിന് വേണ്ടിയിട്ടുള്ള കെയറിങ്ങും വാട്ടറിങ്ങും ഒക്കെ കൊടുക്കുക. എപ്പോഴും ഓർക്കിഡ് ചെടി രാവിലെ നനച്ചു കൊടുക്കുക. രാവിലെ നനച്ചു കൊടുത്തതിന് ശേഷം 1.5 hour കഴിഞ്ഞിട്ട് ഇതുപോലുള്ള ഫെർട്ടിലൈസർ കൊടുക്കുക. വൈകിട്ട് നമുക്ക് ചെടിയിൽ നമ്മൾ പെസ്റ്റിസൈഡുകൾ അടിച്ചു കൊടുക്കാൻ ഒരു ടൈം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇൻഷാ അല്ലാ ഇനി വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരാം. ബായ്.